സഹാബാക്കൾ ഈ പുണ്യമായ നാട്ടിലും കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ നാവിൽ നിന്ന് നമുക്കതാ എത്തിച്ചു തരികയാണ് നബി തങ്ങളുടെ പ്രഭാഷണം. പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅന്റെ ഖബറിന്റെ ഓരത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഏ അൻസാരി സമൂഹമേ, മുഹാജിരീങ്ങളെ, മൻ ഫളല സൗജതഹു അലാ വാലിദൈ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ ഇല്ലാ അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വയുഹ്സിന ഇലൈഹിമാ. ആരെങ്കിലും എന്റെ സമുദായത്തിൽപ്പെട്ടവർ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും തന്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ സ്ഥാനം നൽകിയാൽ, തന്റെ ഭാര്യയ്ക്ക് ഉപ്പയേക്കാൾ സ്ഥാനം നൽകിയാൽ, ഉമ്മാന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് ഭാര്യയുടെ വാക്കുകൾക്ക് സ്ഥാനം നൽകിയാൽ, മദീനയുടെ മുത്തുമോനെ വിളിച്ചു പറയുകയാ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. സകലമാന മനുഷ്യ മക്കളുടെയും മാലാകമാരുടെയും അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാദാത്തുക്കൾ, ആരിഫീങ്ങൾ, മഹത്തുക്കളുടെ മുഴുവൻ ശാപവും കോപവും അവന്റെ മേലേക്ക് ഇറങ്ങുമെന്ന് ശഫീആയ റസൂലുള്ളാഹി. അതിൽ നിന്ന് രക്ഷപ്പെടണമോ? ഇല്ലാ അയ്യതൂബ ഇലല്ലാഹി അസ്സ വജല്ല വയുഹ്സിന ഇലൈഹിമാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയാണ് നീ വേദനിപ്പിച്ചതെങ്കിൽ ആ ഉപ്പാന്റെ കാലിൽ പോയി വീഴടോ, ആ ഉമ്മാന്റെ കാലിൽ പോയി വീഴടോ. ഉമ്മാന്റെ കാലിന്റെ താഴ്ഭാഗത്ത് നിന്റെ കവിൾത്തടം വെച്ചു കൊടുക്കടോ. മഹത്തുക്കളായ പണ്ഡിതന്മാർ മാതാപിതാക്കളോടുള്ള വിനയത്തിന്റെ പേരിൽ അവരുടെ കവിൾത്തടം ഉമ്മാന്റെ പാദത്തിന്റെ കീഴിൽ വെച്ചു കൊടുത്തിട്ട് പറയുമത്രേ, ഉമ്മ, അവിടുത്തെ കാല് എന്റെ കവിൾത്തടത്തിൽ ഒന്ന് വെച്ചമർത്തു ഉമ്മ എന്ന്. എത്രയെത്ര മഹത്തുക്കളാ മാതാവിന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിക്കുമ്പോ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എത്ര മഹത്തുക്കളാണ് ആ മാതാവിന്റെ കാലിൽ പോയി വീഴുകയും ആ മാതാവിന്റെ കാല് തൊട്ട് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് തടവിക്കൊടുത്ത് അവരെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതല്ലാതെ കണ്ട് മരിച്ചു പോയാൽ ശപിക്കപ്പെട്ടവരാ. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ കലിമ ചൊല്ലാൻ കഴിയാതെ മരിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരു വലിയ സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ ഖുർആൻ അതല്ലേ പറഞ്ഞത്, വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ. എന്ന വാക്ക് അവരോട് പറയല്ലേ, അവരെ വരട്ടരുതേ, അവരോട് ദേഷ്യത്തോടെ നോക്കരുതേ, അവരോട് ക്രൂരതയോടെ വർത്തിക്കരുതേ, അവരോട് കൽപ്പിക്കരുതേ, അവരുടെ കൽപ്പന തിരസ്കരിക്കരുതേ. വലാ തൻഹറുഹുമാ. മറിച്ച് നിങ്ങൾ ദുആ ചെയ്യാൻ കരങ്ങൾ ഉയർത്തുമ്പോ, എപ്പോൾ ദുആ ചെയ്താൽ കൈകൾ ഉയർത്തിയാലും വഖുൽ, നിങ്ങൾ ദുആ ചെയ്യണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്റെ ശൈശവത്തിൽ, എന്റെ ബാല്യത്തിൽ, എന്റെ കൗമാരത്തിൽ എന്റെ ഉപ്പയും ഉമ്മയും എന്നോട് കൃപ കാട്ടിയതുപോലെ, എന്നോട് ആനന്ദം കാട്ടിയതുപോലെ, എന്നോട് കരുണ കാട്ടിയതുപോലെ, എന്നോട് ഉദാരത കാട്ടിയതുപോലെ റബ്ബിർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും നീ കൃപ കാട്ടണമേ അല്ലാഹ്. ഓരോ മാതാപിതാക്കളുടെ മക്കളെ നിങ്ങൾ ഓർത്തുകൊള്ളണം, ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പോലും പഠിപ്പിച്ചു തരികയാ. നല്ല മക്കൾ, സാലിഹീങ്ങളായ മക്കൾ ദുആ ചെയ്തുകൊള്ളട്ടെ. വേദനിപ്പിക്കണ്ട, പ്രയാസപ്പെടുത്തണ്ട, ഭീഷണിപ്പെടുത്തണ്ട, അവരുടെ വാക്കുകളെ തിരസ്കരിക്കണ്ട, നിഷേധിക്കണ്ട. അവരുടെ മുന്നിൽ നിങ്ങളുടെ വിനയത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക. വിനയത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുക. ഉമ്മായെ വേദനിപ്പിച്ചുകൊണ്ട്, ഉപ്പായെ വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും അല്ലാഹു സ്വീകരിക്കുകയില്ല. ദുനിയാവിൽ വെച്ച് ഉമ്മയെ ഉപ്പയെ വേദനിപ്പിച്ചവർ മരിച്ചുപോയി. ആ ഉമ്മയും പോ ഇന്ന് തന്നെ ആ ഖബറിന്റെ അരികിൽ പോയി ഒന്ന് പൊട്ടിക്കര. ആ ഖബറിന്റെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി സദഖകൾ ചെയ്യും.
അതാണ് ബഹുമാനപ്പെട്ട സഹാബിയോട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഇൻഫാദു അസ്സലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണമേ, വഇൻഫാദു അഹദിഹിമാ, അവരുടെ ഓരോ പ്രതിജ്ഞകളും നിറവേറ്റി കൊടുക്കണമേ, വഇക്റാമു സദീഖിഹിമാ, അവരുടെ കൂട്ടുകാരെ ബഹുമാനിക്കണമേ, കൂട്ടുകാരെ ബഹുമാനിക്കണം. മാതാപിതാക്കളുടെ മഹത്വം അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പഠിച്ചവനെ ഞങ്ങളുടെ